RSS and the BJP, with their hateful ideology, have been casting aspersions on the people of Kerala. നമുക്കെല്ലാവർക്കും ഇപ്പൊ അറിയാം, വെറുപ്പിന്റെ ആശയങ്ങൾ കൊണ്ട് RSSും BJPയും ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകളെ സംബന്ധിച്ച്. Saying that Kerala is divided, Keralites fight with each other, one religion is divided against the other. അവർ ആഗ്രഹിക്കുന്നത് കേരളം വിഭജിക്കപ്പെടണമെന്നാണ്. കേരളീയ പൊതുസമൂഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണവർ. Kerala did not say anything and then spoke quietly and with full force. അതിന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയല്ല കേരളം മറുപടി പറഞ്ഞത്. കേരളം നിശബ്ദമായി അതിന്റെ മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കരുത്തുറ്റ മറുപടി തന്നെയായിരുന്നു എന്ന് എനിക്കറിയാം. It gave the BJP and the RSS the answer that they needed to hear. അവർ BJPയും RSSും അർഹിക്കുന്ന മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കേരളം നൽകിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. A person is condemned in Saudi Arabia to die for a mistake he makes. സംഭവിച്ചു പോയൊരു തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. And the whole of Kerala, every single religion, all ages, men, women, children, they get together and they collect the money to save that man's life. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം, ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന് ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം. അത് മാതൃകാപരമാണ്. Nobody asked